കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം തൈക്കാട് ശിശുക്ഷേമ സമിതിയിൽ വെച്ച് 2.5 വയസ്സുകാരി ആയയുടെ ആക്രമണത്തിനിരയായത്. കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് ആയ അജിത കുട്ടിയുടെ ജനനേന്ദ്രിയ ഭാഗത്ത് നുള്ളി പരിക്കേൽപ്പിച്ചത്. കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്തോ മറ്റോ നഖം കൊണ്ട് നുള്ളിയ പാട് പട്ടക്സിൽ ശ്രദ്ധയപ്പെട്ടതിനെ തുടർന്നാണ് ഇക്കാര്യം സംബന്ധിച്ച് പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചതും നിയമപരമായ നടപടി സ്വീകരിച്ചതും. അല്ലാതെ ഈ പറയുന്ന കണക്ക് അതിക്രൂരമെന്നൊക്കെ പറഞ്ഞ് പേടിച്ചു പോകും. അപ്പോൾ അത് അങ്ങനെയല്ല, ഇത് ആവർത്തിക്കാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിവിടെ ഒളിച്ചു വയ്ക്കപ്പെടേണ്ടതല്ല, ഇവിടെ ഒളിച്ചു വയ്ക്കപ്പെടേണ്ടതോ മറച്ചു വയ്ക്കപ്പെടേണ്ടതോ അല്ല എന്ന സമിതിയുടെ ശക്തമായ നിലപാട്, ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യമായ നടപടിയിലേക്ക് പോയത്. മുൻപെങ്ങും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. താൽക്കാലിക ജീവനക്കാരാണ് ആരോപണ വിധേയരായ 3 ആയമാരും. ഏറ്റവും കൂടുതൽ താൽക്കാലിക ജീവനക്കാരാണ് ഇവിടെയുള്ളത്. കുട്ടികളെ നോക്കാൻ ആളുകളെ കിട്ടാതെ വന്നപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ച ജീവനക്കാരാണ് ഇവരെന്നാണ് ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത്. ശിശുക്ഷേമ സമിതിയുടെ നിലപാട് ശക്തമായ നിലപാടാണ്. ആ ശക്തമായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. അത് നിയമപരമായ നടപടിയിലേക്ക് പോയത് ശിശുക്ഷേമ സമിതിയുടെ നടപടിയുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അന്വേഷണ വിധേയമായി കുട്ടി മർദ്ദനം നേരിട്ട ആഴ്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 7 പേരെ പിരിച്ചുവിട്ടു. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തേക്ക് പ്രതിഷേധവുമായി എത്തി. കുട്ടികൾ ഉറങ്ങിക്കിടന്ന കെട്ടിടത്തിലേക്ക് പ്രവർത്തകർ ഇരച്ചു കയറി. സമിതിയുടെ കെടുകാര്യസ്ഥതയാണ് കുട്ടിക്ക് അക്രമം നേരിടാൻ ഇടമൊരുക്കിയതെന്ന് ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് മാർച്ച്. മാർച്ചിൽ സെക്യൂരിറ്റി ജീവനക്കാരനും ശുചീകരണ തൊഴിലാളിക്കും പരിക്കേറ്റു. പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിയെ മർദ്ദിച്ച ആയമാരെ മ്യൂസിയം പോലീസ് കോടതിയിൽ ഹാജരാക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.